Back to math tuition. Okay, increasing and decreasing interval അത് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളിതിൽ വർക്കിംഗ് റൂൾ എന്ന് പറയുന്നത് ഇപ്പം ഇൻക്രീസിങ് ആയാലും ഡിക്രീസിങ് ആയാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് സീറോ എന്ന് ഇക്വേറ്റ് ചെയ്യുക. എഫ് ഡാഷ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് 6 എന്താ? 0. 9x, 9xൻ്റെ ഡെറിവേറ്റീവ് 9 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1, ദാറ്റ് ഈസ് 9 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x ഈസ് ഈക്വൽ ടു 0. മൈനസ് 9 ഈസ് ഈക്വൽ ടു 2x, സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 9/2. നമുക്കിവിടെ എക്സിന് ഒരു വാല്യൂ ആണ് കിട്ടിയത് അല്ലേ? അപ്പം നമുക്ക് 1 വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഒരു വാല്യൂ നമുക്ക് കിട്ടിയാൽ നമുക്ക് എത്ര ഇൻ്റർവൽ കിട്ടും? 1 + 1 2 ഇൻ്റർവൽസ് ചെക്ക് ചെയ്യാം. അപ്പം നമ്മളിതിൽ മൈനസ് 9/2 ലെസ് ദാൻ 9/2 വന്നാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 9/2 വന്നാൽ മൈനസ് 9/2 വന്നാൽ എന്താണ്? അപ്പം മൈനസ് 9/2 എന്ന് പറയുമ്പോൾ -4.5 അല്ലേ? അപ്പം -4.5-നേക്കാളും ചെറിയ നമ്പർ ഇപ്പം -5 ഇവിടെ ഒന്ന് കൊടുത്ത് നോക്കിയാൽ മതി. -2 ഇൻറ്റു -5 എത്ര വരും? 10. നോക്കിയാൽ -9 + 10 എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് വരും അല്ലേ? നമ്മളിവിടെ പ്ലസ് എന്ന് ഇടുക. -9/2-നേക്കാളും കൂടെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ കൊടുത്താൽ മതി. ഇപ്പോൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ -9 - 2 -11 നെഗറ്റീവ്. ലെസ് ദാൻ -9/2 വരുമ്പോൾ പോസിറ്റീവും. ഏത്? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഗ്രേറ്റർ ദാൻ -9/2 എന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 കിട്ടി. ഇനി നമ്മളത് ഇൻ്റർവലായിട്ട് എഴുതണം. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 കിട്ടുന്നതാണ് ഇൻക്രീസിങ്, ലെസ് ദാൻ 0 കിട്ടിയ ഡിക്രീസിങ്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ -9/2 when x less than -9/2 f dash x is greater than 0. When x greater than -9/2 f dash x is less than 0. നമുക്ക് ഇൻ്റർവലായിട്ട് എഴുതുക. ലെസ് ദാൻ -9/2 എന്ന് പറഞ്ഞാൽ -9/2-നേക്കാളും താഴെയുള്ള എന്ത് റിയൽ നമ്പറും വരാം അല്ലേ? എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഇൻ ലെസ് ദാൻ -9/2 എന്ന് പറയുമ്പോൾ -9/2 എഴുതുക, ഓപ്പൺ -∞. എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് ഇൻ ഗ്രേറ്റർ ദാൻ -9/2. നമ്മൾ ഫസ്റ്റ് 9/2 എഴുതുക, പിന്നെ പോസിറ്റീവ് ഇൻഫിനിറ്റി. നമുക്ക് എക്സിന് ഒരു വാല്യൂ എഫ് ഡാഷ് എക്സ് 0 നിക്കേറ്റ് ചെയ്യുക. നമുക്ക് 1 വാല്യൂ കിട്ടിയാൽ നമുക്ക് 2 ഇൻ്റർവൽസ് കിട്ടും. എന്നിട്ടത് ചെക്ക് ചെയ്യുക. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇൻക്രീസിങ് എന്ന് എഴുതാം, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ് എന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എഫ് ഡാഷ് എക്സ് എഫ് ഓഫ് എക്സ് -2x³ -9x² -12x + 1. ഫസ്റ്റ് സ്റ്റെപ്പ് എഫ് ഡാഷ് എക്സ് -2x³ -2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x³ nx⁻n - 1 ഫോം 3x² -9 ഇൻറ്റു 2x -12 ഡെറിവേറ്റീവ് ഓഫ് 1 0 -6 -18 -12. നമുക്ക് -6 ഔട്ട് സൈഡ് എടുക്കാം. എഫ് ഡാഷ് എക്സ് നമുക്ക് 0 ഇക്വേറ്റ് ചെയ്യാം. സം 3 കിട്ടണം, പ്രോഡക്റ്റ് 2 കിട്ടണം. +3 സം കിട്ടണം, +2 പ്രോഡക്റ്റ് കിട്ടണം. രണ്ടും പ്ലസ് ആയിരിക്കും. x + 1 ഇൻറ്റു x + 2. നമ്മളിവിടെ 0 ആണെന്നിൽ -6 നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. കാരണം അത് നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുന്നെങ്കിൽ ഫാക്ടേഴ്സ് മാത്രം നിങ്ങൾ 0 ഇക്വേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ മൈനസ് ഇവിടെ പോയാൽ
ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെൽ മാറിപ്പോകും. എക്സ് ഈസ് ഈക്വൽ ടു -1, എക്സ് ഈസ് ഈക്വൽ ടു -2. അപ്പം നമുക്ക് ഇവിടെ എക്സിന് എത്ര വാല്യൂസ് കിട്ടി? 2 വാല്യൂസ് കിട്ടി അല്ലേ? നമുക്ക് 3 ഇൻ്റർവെൽസ് കിട്ടും. അപ്പം നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ എടുത്ത് -2, -1. ഇനി എക്സ് ലെസ് ദാൻ -2, ലെസ് ദാൻ സ്മോളർ വാല്യൂ ആൻഡ് ഗ്രേറ്റർ ദാൻ ബിഗർ വാല്യൂ. ചെറുതിനേക്കാളും ചെറുത്, വലുതിനേക്കാളും വലുത്. നമ്മൾ ആദ്യം ഇതൊരു ഇൻ്റർവെൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ -2 കുറഞ്ഞ നമ്പർ -3 നോക്കാം. -3 + 1 -2, -3 + 2 -1. മൈനസിൻ്റെ മൈനസ് എന്താ? പ്ലസ്. ഇനി ഗ്രേറ്റർ ദാൻ -1, 0 ഉണ്ട് 1 ഉണ്ട് അല്ലേ? 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് രണ്ടും പോസിറ്റീവ് വരും. പോസിറ്റീവ് ഇൻറ്റു ഇവിടെ -6 ഉണ്ട്. ഇവിടെ നമ്മൾ ലെസ് ദാൻ -2 നോക്കുമ്പോൾ ഇപ്പോൾ -3 കൊടുത്താൽ -6 ഇൻറ്റു മുകളിലോട്ട് എഴുതാം, കാണത്തില്ല. ലെസ് ദാൻ -2 ആണെങ്കിൽ -3 കൊടുത്താൽ -6 ഇൻറ്റു -3 + 1 നമുക്ക് എന്ത് കിട്ടും? -2. -3 + 2 -1. നെഗറ്റീവിൻ്റെ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് നെഗറ്റീവ്. ഇനി -1 കൂടി നമ്പർ ഇപ്പോൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. അപ്പോഴും എന്ത് വരും? നെഗറ്റീവ്. ഇനി ബിറ്റ്വീൻ -2 ആൻഡ് -1 -1.5 പോസിറ്റീവ്, ഹിയർ നെഗറ്റീവ് നെഗറ്റീവ്. നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവിൻ്റെ പോസിറ്റീവ് പോസിറ്റീവ്. ഇതിനിടയിലുള്ള ഒരു നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് -1.5 കൊടുത്താൽ ഇത് നെഗറ്റീവ് വരും. നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. നമുക്കിനി ഇൻ്റർവെലായിട്ട് എഴുതാം. ഇപ്പോൾ ഏതൊക്കെ ഇൻ്റർവെല്ലാണ്? -∞ to -2 ആൻഡ് -1 to ∞. ആ രണ്ട് ഇതിലും എന്താണ്? f(x) ഡിക്രീസിങ് ആണ് അല്ലേ? ഇൻ ഓപ്പൺ ഇൻ്റർവെൽ f(x) ഈസ് ഡിക്രീസിങ് ഇൻ -∞ to -2 ആൻഡ് -1 to ∞. ഇനി നമ്മൾ അതിൻ്റെ ഇടയിലുള്ള എന്താ നമുക്ക് കിട്ടിയത്? ബിറ്റ്വീൻ -2 ആൻഡ് -1 f(x) ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇൻ ഓപ്പൺ ഇൻ്റർവെൽ -2 -1 f(x) ഈസ് ഇൻക്രീസിങ്. Text. f(x) is equal to sin x plus cos x. 0 less than or equal to x less than or equal to f(x). Derivative of sin x cos x, derivative of cos x minus sin x. Cos x is equal to sin x. 0 to 2π ആണ് അല്ലേ? ഇതൊക്കെ ഏതൊക്കെ ക്വാഡ്രൻറ്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോസ് സൈന് പോസിറ്റീവാണ്, 1/√2 വരാം. തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് സൈന് നെഗറ്റീവ്, -1/√2 വരാം അല്ലേ? അപ്പോൾ ഈ രണ്ട് ക്വാഡ്രൻറ്റിൽ വരും. ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു π/4. തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു π + π/4. ദാറ്റ് ഈസ് π/4, 5π/4. 0 π/4 5π/4 2π. 0 to π/4, π/4 to 5π/4, 5π/4 to 2π. ഇപ്പം നമുക്കിവിടെ ലെസ് ദാൻ 0 നോക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. 0 മുതൽ 2π വരെ ഉള്ളൂ അല്ലേ? ഇനി 0 to π/4 30 നമുക്ക് അറിയാവുന്ന പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന നമ്പർ കൊടുക്കുക, ഡിഗ്രി കൊടുക്കുക. 30 ഡിഗ്രി. cos 30 √3/2, sin 30 1/2. √3 - 1 എന്താ? 1.73 - 1 പോസിറ്റീവ്. അടുത്തത്
ഇത് 45 വരും. 5π/4 225 വരും അല്ലേ. 180 cos 180 -1 sin 180 0 മൈനസ് 225നും 360ക്കും ഇടയ്ക്ക് ഇപ്പോൾ 270 ഉണ്ട്. sin 270 -1 cos 270 0 മൈനസിൻ്റെ മൈനസ് പ്ലസ്. നമുക്ക് ഇൻ്റർവെൽ എങ്ങനെ എഴുതാം? therefore f of x is increasing in ക്ലോസ്ഡ് 0 കാരണം ഇവിടെ 0 ഇൻക്ലൂഡഡ് ആണ്. 0 to π/4 ആൻഡ് പിന്നെ ഇതിലാണ് 5π/4 2π ഇവിടെ സ്റ്റോപ്പ് ക്ലോസ്ഡ് ആണ്. 2π ഇവിടെ ക്ലോസ്ഡ് ഇവിടെ ഓഫ്. ഇനി f of x is decreasing in π/4 to 5π/4. എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു.